അപ്പോൾ നമ്മളെ ഷെഡ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷെഡ് നല്ലൊരു ഡോറിലാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോർ ഇങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ നെറ്റ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് ഓവറായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അന്തരീക്ഷ ഊഷ്മാവല്ല വേണ്ടത്, നമ്മൾ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറെല്ലാം ഒരു മിനിമം ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കൂൺപുരേൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ. പിന്നെ ഇതിനുള്ളിൽ ഗ്രീൻ നെറ്റ് ആകുമ്പോഴത്തേനും നല്ല വായു സഞ്ചാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂണ് നല്ല അടിപൊളിയായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊതുകിൻ്റെ നെറ്റില്ലേ, ആ നെറ്റ് വാങ്ങിയിട്ട് ഒരു ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കൊതുകൊന്നും കിടക്കാൻ പാടില്ല, നമ്മൾ കൂൺ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കൊതുകൊന്നും കിടക്കാൻ പാടില്ല. കൊതുക്, പാറ്റ, മറ്റുള്ള ഈ പ്രാണികളൊന്നും അകത്തേക്ക് കിടക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനകത്ത് മുട്ടയിട്ട് പെരുകി നമ്മളെ കൂന്തടം മൊത്തം മര നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവണക്കെണ്ണെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ സ്പ്രേയും ചെയ്യാം. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷെഡിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയുള്ള മെത്തേഡ് തന്നെയാണ് സൈഡിലെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറ്റില്ല, ഗ്രീൻ നെറ്റ് മുകളിൽ ഗ്രീൻ നെറ്റ് 2 ലെയർ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് ഒന്നും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് 2 ലെയറായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓലയും അതിൻ്റെ മുകളിൽ മറ്റേ റൂഫിങ് ഷീറ്റെല്ലാം ഉള്ളതുകൊണ്ട് നല്ല ബബിൾ ഷീറ്റ് പോലത്തെ ഷീറ്റ് തന്നെയാണ്. ബബിൾ ഷീറ്റല്ല, അതിന് പകരത്തിലുള്ളൊരു ഷീറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിനുള്ള നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ കൂണെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സംഭവമാണ്. കാരണം കഴിക്കുന്നവർക്കും അതിനെപ്പറ്റി അറിവുള്ളവർക്കും അടിപൊളി സാധനം. കാരണം അതിനകത്ത് A മുതൽ Z വരെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വിറ്റമിൻസുകളാണ്. അപ്പോൾ നമ്മൾ വിറ്റമിൻ D നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂര്യപ്രകാശത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായാലും പുറത്തിറങ്ങാനോ പറ്റാത്ത ആൾക്കാരായാലും ഈ വിറ്റമിൻ D ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് സൂര്യപ്രകാശം അല്ലാണ്ട് കിട്ടില്ല. അപ്പോൾ ഈ കൂണിനകത്ത് ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ D ആണ്. പിന്നെ വിറ്റമിൻ ബിയിനകത്തുള്ള എല്ലാ സംഭവവും നമ്മൾ കൂണിനകത്തുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ കീമോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ബെസ്റ്റ് സാധനമാണ് എന്ത്, കൂണ്. ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് തന്നെ അതാണ്, ക്യാൻസർ വരാണ്ടിരിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷിയുള്ള ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ കൂണാണ്. അത് പാൽക്കൂണായാലും ചിപ്പിക്കൂണായാലും രണ്ടും ഒരേ തന്നെയാണ്. പക്ഷേ പാൽക്കൂണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ആയുസ്സുണ്ട്. ചിപ്പിക്കൂണെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ലൈഫേ ഉള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതിനുള്ള വിറ്റാമിൻ എല്ലാം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ജിമ്മിനെല്ലാം പോകുന്നവർക്ക്, നമ്മളെ ഫാറ്റി ലിവർ, മറ്റേ നമ്മളെ അമിതമായിട്ടുള്ള പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കെല്ലാം നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഷേപ്പായിട്ട് ശരീരം നിൽക്കും. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ കൂൺ തന്നെയാണ്. കാരണം കൂൺ കറി വെച്ചിട്ടായാലും ഫ്രൈ ആക്കുക, കട്ട്ലറ്റ് ആക്കുക, അച്ചാറാക്കുക, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ കൂണുകൊണ്ടാക്കുക. കൂണുകൊണ്ട് പായസം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൂണ് കഴിക്കാനോ അല്ലെങ്കിൽ കൂൺ കഴിച്ച് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിന് ബെഡെല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ബെഡ് കൊണ്ടിടും എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ കൂണ് ആകുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ച്, ഏത് കടയാണെന്ന് വെച്ചാൽ, ഇത് എവിടെയുള്ളതെന്ന് വെച്ചാൽ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ കോട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടുള്ളത്. അപ്പോൾ ആ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തെല്ലാമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിക്കാം. അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഷെഡെല്ലാം കെട്ടിയിട്ട്, നമ്മൾ ചേച്ചിമാരും അമ്മമാരെല്ലാം ചെറിയ ഷെഡെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങുമെന്നെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു ടിപ്പ്, നമ്മളെ കൈകളിൽ രാവിലെ ഒരു ചെറിയൊരു പാക്കാക്കിയിട്ട് കടയിലേക്ക് കൊടുത്തയച്ചാൽ ചെറിയൊരു തോതിലുള്ള ടിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ആണുങ്ങളെ മുന്നിൽ കൈ നീട്ടുന്നുണ്ടല്ലോ, പക്ഷെ അവർ തരുന്നതുകൊണ്ട് തന്നെ നമ്മളെ വയറ് നിറയെ നിന്നാലും നമുക്ക് ഒരേ കാര്യത്തിൽ തന്നെ മുഴുകി നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ അത് മനസ്സിന് സന്തോഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാറുമെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കൂണിൻ്റെ ബെഡ് തൂക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.